ഇപ്പോൾ കാർഗോ ഒരിടത്തുനിന്ന് പ്ലാൻ ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള കണ്ടെയ്നർ എടുത്ത് നേച്ചർ ഓഫ് കാർഗോയുടെ സ്വഭാവം ആ കാർഗോയുടെ സ്വഭാവം അനുസരിച്ച് കണ്ടെയ്നർ സെലക്ട് ചെയ്ത് അതിൽ കാർഗോ സ്റ്റഫ് ചെയ്ത് അപ്പോഴാണ് ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ഡേഞ്ചറസ് ഗുഡ്സ് ആയിട്ടുള്ള ഹസാർഡസ് കാർഗോ ആയിട്ടുള്ള കാർഗോ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെയും നമുക്ക് അതായത് ഇതൊരു ചെറിയ ടോപ്പിക്കല്ല, അവിടെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ടെയ്നർ സ്റ്റഫ് ചെയ്യുമ്പോൾ കണ്ടെയ്നറൈസേഷൻ ഇൻ്റർനാഷണലിൻ്റെയും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെയും നിയമമുണ്ട്. ഒരു കണ്ടെയ്നറിനകത്തിലെ ഇത്ര മെട്രിക് ടൺ കാർഗോയെ സ്റ്റഫ് ചെയ്യാവും അല്ലെങ്കിൽ ലോഡ് ചെയ്യാവും. അതിനെയാണ് ആ പറയുന്ന കണ്ടെയ്നറിനകത്തിലെ പേലോഡ് എന്ന് വിളിക്കും. അപ്പം അത് കൃത്യമായിട്ട് ആ കാർഗോ സ്റ്റഫ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണോ, അതിന് VGM വേരിഫൈഡ് ഗ്രോസ് മാസ് അതിൻ്റെ എത്ര അതിനകത്ത് വെയിറ്റ് ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടോ, അതിനുശേഷം ആ കണ്ടെയ്നർ നമ്മൾ പോർട്ടിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡിക്ലറേഷൻസ് ഉണ്ട്. കാരണം ക്യാപ്റ്റൻ കാണുന്നില്ല കണ്ടെയ്നറിനകത്തിൽ എന്താ ലോഡ് ചെയ്യുന്നത്, വെസൽ ഓപ്പറേറ്റേഴ്സ് കാണുന്നില്ല എന്താ ലോഡ് ചെയ്യുന്നത്. ഡിക്ലറേഷൻ വരുന്നത് ഈ എക്സ്പോർട്ടറുടെ അല്ലെങ്കിൽ ഷിപ്പറുടെ ഭാഗത്തു നിന്നാണ്. അവർ ആ കണ്ടെയ്നറോ അല്ലെ കാർഗോയോ പോർട്ടിലെത്തിച്ച് അവിടെ കസ്റ്റംസ് എല്ലാത്തിലും ഇൻസ്പെക്ഷനും നടക്കുന്നില്ല. ഇതൊരു വലിയ പ്രോസസ്സാണ്. എന്നിട്ടാണ് ഈ കണ്ടെയ്നർ ഇതിലേക്ക് ഷിപ്പിലേക്ക് കൊടുക്കുന്നത്.